അല്ല, ആര്യ എന്താ പറഞ്ഞു വരുന്നത്? ഗംഗയുടെ പ്രശ്നം ഡോക്ടർ സണ്ണിയാ സോൾവ് ചെയ്തത്. എന്നിട്ട് ഗംഗയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഗംഗയും നഗലിനും സുഖമായിട്ടിരിക്കുന്നു. സേതുവിന്റെ വൈഫിന്റെ കാര്യവും ഞാൻ ഡോക്ടർ സണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടർ സണ്ണി ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു. ഡോക്ടർ സണ്ണി ഇപ്പൊ എത്താറായി. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. ഗുഡ് ലക്ക്. ഓക്കെ. ശംഭോ മഹാദേവ. ഡോക്ടർ സണ്ണി, നിങ്ങളെ ഒന്ന് കിട്ടാൻ ലോകത്തിലുള്ള സകല നമ്പർ ഞാൻ വിളിച്ചു. എന്നെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണം. മൈ നമ്പർ ഈസ് 2255. ഓ, ഈ നമ്പർ നിങ്ങൾ ഇതുവരെ മാറിയില്ലേ? എന്റെ സുഹൃത്ത് നഗരൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറ പറ. ഇവിടെ ആകെപ്പാടെ പ്രശ്നം. ഒറ്റ രാത്രി നിങ്ങൾ എനിക്ക് താ, കാര്യങ്ങളൊക്കെ വിശദമായി പഠിക്കട്ടെ. ഓ, അതത്ര എളുപ്പമാണെന്ന് തോന്നില്ല. എവിടെ പേഷ്യന്റ്? ഇതാണോ ഇതാണോ ഇതാണോ? പേഷ്യന്റ്? അതെ. സുന്ദരിയാണ് കേട്ടോ. നല്ല ചുരിദാറ്, മാച്ചിങ് ചെരുപ്പ്, നല്ല ബെസ്റ്റ് ഫേസ്. കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. രാധേ, രാവണപ്രഭു ഞാൻ 22 പ്രാവശ്യം കണ്ടു. അതാ ഇങ്ങനെ. എന്നാ ഞാൻ ഇറങ്ങുവാന്നേ. ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലായിരുന്നു ആമസോൺ റിട്ടേൺ ചെയ്യാൻ പോകുന്നു. രാധ, ഇപ്പം പോവണ്ട. ഞാൻ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞാണല്ലോ. രാധ പോവണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ ഞാൻ പോയാല്? വേണ്ട. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு. രാധേ, ഞാനേ മണിച്ചിത്രത്താഴ് സിനിമ 41 പ്രാവശ്യം കണ്ടതാ. അതാ ഇങ്ങനെ. ശരി ശരി, നീ അപ്പുറത്ത് പോയേ. ഡോക്ടർ എല്ലാം കണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നുമില്ല. ഫുൾ ടൈം മൊബൈലിൽ സിനിമയും കണ്ടോണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സന്ദർഭമോ സംഭാഷണം വന്നു കഴിഞ്ഞാൽ രാധ അതാ ഒരു വ്യക്തിയായിട്ട് അങ്ങ് മാറും. ഇത് ഒരുതരം രോഗമാണോ ഡോക്ടർ? പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം കാണാതെ എനിക്കൊരു സ്വസ്ഥതയില്ല. ആ, വരണം വരണം. ഇത് മഹാദേവൻ നമ്പൂതിരി, വലിയ ചന്ദ്രി അല്ല വലിയ തന്ത്രിയാണ്. ഞങ്ങളെ അടുത്ത ബന്ധുക്കളാ, തായ് വഴി. എവിടെയോ കണ്ട് മറന്ന പോലെ. കള്ള് ഷാപ്പിലാണോ അതോ ബാറിലോ മറ്റോ ആണോ? എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടില്ല. തിരുമേനി മറന്നു. ഒരിക്കൽ 1-ാം തീയതി സാധനം കിട്ടാതെ കൈവറച്ചെന്ന സമയത്ത് അമ്പട കേമാ സണ്ണി കുട്ടാ, സേതുവിന് ആളെ വേണ്ടവണ്ണം മനസ്സിലായാലെന്ന് തോന്നുന്നു. കോസ്കോയിൽ ഷോപ്പ് ലിഫ്റ്റ് ചെയ്ത കേസ് ഇപ്പോഴും അവൻ്റെ മേലെയാണ്. മാത്രമല്ല കേക്കോളിൽ അനു പോലീസ് കണ്ട പൊക്ക നടക്കുക അവനെ. കഴിഞ്ഞ വട്ടം പാർട്ടി എടുത്ത് കാശ് കൊടുക്കാതെ മുങ്ങി നടക്കുക. ഓ, ഈ തിരുമേനി. സേതു, നിങ്ങളൊന്ന് പുറത്തിരിക്കേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. നിന്നോടുള്ള വാത്സല്യം കൊണ്ട് പറയുക, ഇറ്റ് ഈസ് എൻജോയറബിൾ. എന്തോന്ന്? ഇതിന് പ്രതിവിധിയില്ല, അത്ര തന്നെ. തിരുമേനി ഉദ്ദേശിച്ചത്? ഡേയ്, നമുക്ക് മുങ്ങ, എവക്ക് മുഴുവട്ടാടേ. ഇല്ല തിരുമേനി, എൻ്റെ നഗലിനു വേണ്ടി ഇത് ചെയ്യണം. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഭ്രാന്ത് അത് നാട്ടുകാർ പറഞ്ഞറിയാം. മറ്റെന്തെങ്കിലും? ഇതിന് മെഡിക്കൽ സയൻസിൽ പാരാസൈക്കോളജി ഓഫ് കൺട്രീസ് എന്ന് പറയും. ഇതൊരു ഒരുതരം ബാധയാണ്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും പ്രതിവിധി? പ്രതിവിധി
ഒരു പ്രതിവിധിയുണ്ട്. രാമനാഥനെ കളത്തിലിറക്കണം. രാമനാഥനോ? അതാരാ? അങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി. തിരുമേനി ഉദിച്ചു. രാധയെ കാണുന്നില്ല. ആ രാമനാഥൻ ഇവിടുത്തെ പെണ്ണുങ്ങളെ എല്ലാം അടിച്ചോണ്ട് പോയി. അണ്ണി എന്തായി കേൾക്കണേ? ഞാൻ പറഞ്ഞില്ലേ രാമനാഥൻ വന്നാൽ ബാധ ഒഴിയുമെന്ന്. രാമനാഥൻ വന്നു. ഒന്നല്ല, എല്ലാ ബാധയും ഒഴിഞ്ഞു. സണ്ണിക്കുട്ടാ ഓടിക്കോടാ.